റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ടൈമില്. ഇപ്പൊ എത്രാമത്തെ മാസമായിരുന്നു അത് എടുത്തത്? അത് 7 മന്ത് കഴിഞ്ഞ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത്. എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി ബമ്പർ ചിരിയുടെ വേദിയിൽ ഡാൻസ് കളിക്കുന്നു. സംഭവം ചെറിയ തോതിൽ ചർച്ചയാകുന്നു, വിവാദമാകുന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊങ്ങി വരുന്നു. ഏകദേശം 2 മാസം മുമ്പാണ് ഉത്തര എന്ന് പറയുന്ന യുവതി ബമ്പർ ചിരിയുടെ വേദിയിൽ നിറവയറുമായി ഡാൻസ് കളിക്കാൻ വരുന്നത്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉത്തര ഒരുപക്ഷെ ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടാകാം. ബമ്പർ ചിരി പോലുള്ള വേദിയിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത് ഉത്തരയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒരു ഡാൻസ് കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത ആണല്ലോ. കാരണം ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എത്രയോ ആളുകൾ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ്. സോ ബമ്പർ ചിരി പോലുള്ള വേദിയിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇല്ലാതെ ഒരു ഡാൻസ് ടീമിന് അവരൊരിക്കലും ചാൻസ് കൊടുക്കില്ല. 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു വേദിയിൽ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ആവശ്യത്തിലധികം വ്യത്യസ്തത ഉണ്ടല്ലോ. ഗർഭിണികൾ വലിയ വേദിയിൽ പോയി ഡാൻസ് കളിക്കുന്നത് അത്ര വലിയ കോമൺ ആയിട്ടുള്ള സംഭവം ഒന്നല്ലല്ലോ. അങ്ങനെയാണ് ഉത്തര ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. വൈറലാവണം, ശ്രദ്ധിക്കപ്പെടണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നിരിക്കണം ഉത്തര ഇങ്ങനെ ഒരു പരിപാടിക്ക് മുതിർന്നത്. ഉത്തരയെ കുറിച്ച് പറയുമ്പോൾ ആളൊരു ഡാൻസ് ടീച്ചറാണ്. മുമ്പ് ഒരു സീരിയലും അഭിനയിച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ആയ സമയത്ത് ഉണ്ടായ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ആകാം ഉത്തര ബമ്പർ ചിരിയുടെ വേദിയിൽ നിറവയറുമായി ചെന്നത്. അത്യാവശ്യം നെഗറ്റീവ് റെസ്പോൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തര എങ്ങനെ ഡാൻസ് പെർഫോം ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പ്രതീക്ഷ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഗർഭിണിയായിട്ടുള്ള ഉത്തര നടത്തിയ ഡാൻസ് പെർഫോമൻസിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. വയറ്റിലുള്ള കുഞ്ഞിന്റെ ഭാവിയും ആരോഗ്യം പോലും നോക്കാതെ കേവലം വൈറലാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത്. ബാലാവകാശ ലംഘനത്തിന് ഉത്തരക്കെതിരെ കേസെടുക്കണം എന്ന് വരെ പറഞ്ഞവരുണ്ട്. 1-2 അമ്മനോട് ഞാൻ വായിച്ചത്. അഹങ്കാരം സ്വന്തം കുഞ്ഞിനെ മറന്നുള്ള കോപ്രായം, ഡെലിവറി കഴിയുന്നവരെ ആ കുഞ്ഞിനെ നോക്കിക്കൂടെ, കഷ്ടം, വൈറലാകണം അത്ര തന്നെ. ഓക്കെ, സ്വന്തം കുഞ്ഞിനെ മറന്ന് വൈറലാവാൻ വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതാണ് എല്ലാവരും കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രശ്നം. ആക്ച്വലി ഉത്തര ചെയ്ത് ശരിയാണോ? എന്റെ അഭിപ്രായം പറയാം. അതിനു മുമ്പ് ഉത്തരയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. ഈ ഡാൻസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ കുറിച്ചും എല്ലാം ഉത്തര സംസാരിക്കുന്നുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആ കിട്ടിയത്. മഞ്ജു ചേച്ചിയെ കാണാൻ പറ്റി. പിന്നെ അംബിക മാം ഉണ്ടായിരുന്നു, നസീറിക്ക, കാർത്തിക് സൂര്യ. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. എന്നാൽ പോലും ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഞാൻ പോയി ചെയ്തത്. അപ്പം ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു ടൈം. അല്ല, ഈ റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ടൈമില്. ഇപ്പൊ എത്രാമത്തെ മാസമായിരുന്നു അത് എടുത്തത്? അത് 7 മന്ത് കഴിഞ്ഞ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത്. അപ്പം ചിലവർക്ക് അറിയാലോ, ചില ലേഡീസിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കോംപ്ലിക്കേഷൻ ഉള്ള സമയമാണ് നമുക്ക് പറയാം. അതാണ് ഇതൊക്കെ ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെയും പല രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുക. ചിലർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നോർമൽ ദിവസങ്ങളെ പോലെ തന്നെ അവരുടെ പ്രഗ്നൻസി കാലവും കഴിഞ്ഞു പോകും. ചിലർക്ക് ആദ്യത്തെ 3-4 മാസം നല്ല ബുദ്ധിമുട്ടുണ്ടാകും, കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടി വരും. ചിലർക്കാണെങ്കിൽ ഗർഭകാലം മുഴുവനും നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഉത്തരയെ സംബന്ധിച്ചിടത്തോളം ആള് മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. ഡോക്ടറുടെ അനുവാദവും വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് പക്ഷെ ആരോഗ്യം ഉത്തരയെ ചതിച്ചു. പെർഫോമൻസിന്റെ 4 ദിവസം മുമ്പ് ഉത്തര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതിനെക്കുറിച്ച് ഉത്തര സംസാരിക്കുന്നു കേട്ടോക്കാം. എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്ത്, അത്രയും നമുക്കറിയാലോ നമ്മുടെ ബോഡി അത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് പോലും നമ്മൾ ഇതിനു വേണ്ടി ഞാൻ ഡൗൺ ആവാതെ തന്നെ ആക്റ്റീവ് ആയിട്ടിരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക ലേഡീസ് എല്ലാം ഈ ഒരു ടൈമിൽ. ഓക്കെ, വയ്യാതായിട്ട് പോലും ഉത്തര തന്നെ ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഗർഭിണിയായിരിക്കും എത്ര പേർ ഇങ്ങനെ റിസ്ക് എടുക്കുമെന്നുള്ളത് സംശയമാണ്. ഗർഭിണിയായ സ്ത്രീകളോട് ആദ്യത്തെ 3 മാസം നന്നായി ശ്രദ്ധിക്കണമെന്നാണ് പൊതുവെ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നീട് പതുക്കെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാം. ആക്ച്വലി 7 മാസം 8 മാസം ഒക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാനും വ്യായാമം ചെയ്യാനും നടക്കാനും കോണിപ്പടി കയറാനും ഒക്കെ ഡോക്ടർ തന്നെ പറയാറുണ്ട്. ഇത്തരം വർക്കൗട്ടുകളെല്ലാം നോർമൽ ഡെലിവറിയെ ഈസി ആക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഉത്തരയുടെ ഡാൻസിനെ അത്ര കണ്ട് വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസവത്തിന് 4 ദിവസം മുമ്പ് വരെ പോലും ബസ്സിൽ കയറി ഇറങ്ങി ജോലിക്ക് വന്നിരുന്ന സ്ത്രീകളെ എനിക്ക് നേരിട്ട് അറിയാം. അത് പറഞ്ഞപ്പോഴാണ്. ഉത്തരയുടെ വീഡിയോക്ക് താഴെ നെഗറ്റീവ് കമന്റ്സ് മാത്രമല്ല കേട്ടോ, ഇതൊന്നും വലിയ സംഭവമില്ല. നമ്മൾ ഇതുപോലെ 8-ാം മാസത്തിലും 9-ാം മാസത്തിലും ഒക്കെ പല ജോലികളും ചെയ്തിരുന്നെന്നും പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ചിലത് ഞാൻ വായിച്ചുതരാം. ഡെലിവറിക്ക് 2 ഡേ മുമ്പ് വരെ ബസ്സിൽ തിക്കി കോളേജിൽ വന്ന എന്റെ ഫ്രണ്ടിനെ ഞാൻ ഓർത്തുപോയി. കാലത്ത് 11 മണി കഴിഞ്ഞ് കുളത്തിൽ പോയി നിറയെ തുണിയെല്ലാം കഴുകി തിരിച്ച് 1 PM ആകുമ്പോൾ വേദന തുടങ്ങി. 2 PM ആശുപത്രിയിൽ പോയി 3 PM ആകുമ്പോൾ പ്രസവിച്ച് 3-4 വീട്ടിൽ തിരിച്ചെത്തി.
പറ്റി. 5 ദിവസം മുമ്പ് വരെ 2 വീലർ ഓടിച്ച് ഡ്യൂട്ടിക്ക് പോയ ഞാൻ, ഡെലിവറിക്ക് 1 ഡേ മുന്നേ വരെ ഡ്യൂട്ടി ചെയ്ത ഞാൻ, 9 മാസം വരെ ഞാനും വണ്ടി ഓടിച്ച് പോയത് ഓർത്തുപോയി. ഇങ്ങനെ പോകുന്ന കമന്റുകൾ. ഇതൊക്കെ ആ സമയത്ത് ഓരോരോ ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തര ഡാൻസ് കളിച്ചത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഉത്തരയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഡാൻസ് പെർഫോമൻസിന് 4 ദിവസം മുമ്പേ ഉത്തര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഡിസ്ചാർജ് ആയതിനു ശേഷം ഒന്നുകൂടെ ഡോക്ടറെ സമ്മതം വാങ്ങി വേണമല്ലോ ഡാൻസ് കളിക്കാൻ പോകാൻ. പക്ഷെ ഉത്തര അങ്ങനെ ചെയ്തില്ല. ഡോക്ടറുടെ സമ്മതം വാങ്ങാതെയാണ് ഉത്തര ഡാൻസ് കളിക്കാൻ പോയത്. അതിനെ കുറിച്ച് ഉത്തര പറയുന്നൊന്ന് കേട്ടോക്കാം. ചിലവർക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എന്റെ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭവ്യ എന്നാണ് മാമിന്റെ പേര്. അപ്പൊ മാമിനോട് ലൈഫ് ലൈനിലാണ് കാണിക്കുന്ന അടൂർ. അപ്പൊ മാമിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമും വരെ എന്നെ സപ്പോർട്ടാ ചെയ്യ്, ബാക്കിയുള്ളവർക്ക് കൂടെ അതൊരു നല്ലൊരു ഉപകാരം ആവും. ഉത്തര പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ മാമിനോട് ഞാൻ പറയാതെ പോയായിരുന്നു, ഈ ഫ്ലൂയിഡ് കൂടി അഡ്മിറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ മാം പറ്റില്ല, വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമായി പോകും. കാരണം പിന്നെ എന്നെ ഫാമിലിയിൽ നിന്നാണെങ്കിലും വിടില്ല. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഡെലിവറി സംഭവിക്കാം. ആ ഒരു ടൈം ആയിരുന്നു അന്നേരം. ഫ്ലൂയിഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഷുഗറും ഉണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട് അമ്മയ്ക്ക്. അപ്പം കുഞ്ഞിന്റെ സപ്പോർട്ടും കിട്ടി. അങ്ങനെ അതങ്ങോട്ട് ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിച്ചു. ഓക്കെ, ഇവിടെ ഉത്തര എടുത്തത് ഹെവി റിസ്ക് ആണെന്ന് പറയാതെ വയ്യ. ഡോക്ടറോടൊന്ന് കൺഫേം ചെയ്ത് പോകുന്നതായിരുന്നു ഉചിതം. ഉത്തരയുടേത് ഒരുപാട് കാലത്തെ പരിശ്രമമാണ്, ആഗ്രഹമാണ്, അതെല്ലാം ഓക്കെ. പക്ഷെ എല്ലാത്തിനും മുകളിൽ കുഞ്ഞിന്റെ ജീവനും ആരോഗ്യത്തിനും തന്നെയാണ് മുൻഗണന നൽകേണ്ടത്. കുഞ്ഞിന്റേത് മാത്രമല്ല, ഉത്തരയുടെയും കൂടി ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ. അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു എന്നാണ് ഉത്തര പറയുന്നത്. അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായി കഴിഞ്ഞാണെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രീ ടേം ഡെലിവറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭപാത്രവുമായിട്ടുള്ള പ്ലാസന്റയുടെ കണക്ഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാനും അമ്മയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറോട് ഒന്നും കൂടെ കൺഫേം ചെയ്യേണ്ടതായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ അഥവാ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? ഉത്തരയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരീരം അധികം ഇളക്കാതെ മാക്സിമം ലൈറ്റ് സ്റ്റെപ്പുകളാണ് അവർ എടുത്തത് എന്നുള്ളതാണ്. ഡാൻസിന് ചെറിയൊരു ഭാഗം ഞാൻ പ്ലേ ചെയ്യിപ്പിക്കാം. കണ്ടല്ലോ, സാധാരണ ക്ലാസിക്കൽ ഡാൻസിൽ കാണുന്ന പോലുള്ള ചടുലമായ സ്റ്റെപ്പുകളൊന്നും ഇല്ല. തന്റെ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള കൊറിയോഗ്രാഫി തന്നെയാണ് ഉത്തര ചെയ്തിട്ടുള്ളത്. ഈ നെഗറ്റീവ് കമന്റുകളോടുള്ള ഉത്തരയുടെ പ്രതികരണം കൂടി കേട്ട് നമുക്ക് നിർത്താം. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ്സ് ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? നെഗറ്റീവ് നമ്മൾ കേൾക്കാൻ നെഗറ്റീവ് പറയാറില്ലല്ലോ. ആരെങ്കിലും പറയോ? ഇപ്പം ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ അല്ല, നമ്മുടെ പ്രോഗ്രാമിന്റെ അകത്ത് യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കമന്റ്സ് നല്ലതും ഉണ്ട്, നെഗറ്റീവും വരും. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. കാരണം വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ നമ്മളെ കേൾക്കാൻ ആൾക്കാരൊന്നും പറയില്ലല്ലോ, നമ്മളെ കേൾക്കാതല്ലേ എല്ലാരും പറയത്തുള്ളൂ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഒരു നെഗറ്റീവ് കേൾക്കുമ്പോൾ ഞാൻ നല്ല ആക്റ്റീവാണ്. കാരണം ഞാൻ ഡള്ളായി താഴോട്ട് പോകത്തില്ല. നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അവരുടെ മുമ്പിൽ നമ്മൾ എന്താണെന്ന് അറിയിക്കണം, കാണിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ സാധാരണ നോർമലി എല്ലാവരും നെഗറ്റീവ് കേൾക്കുമ്പോൾ കരച്ചിലും സങ്കടം. പക്ഷെ എനിക്ക് നെഗറ്റീവ് എപ്പോഴും ഒരു എനർജി എനിക്ക് തരുന്നത്. അതെ അതെ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫാമിലിയിൽ നിന്നടക്കം അത്യാവശ്യം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഉത്തര പറയുന്നത്. അത് പിന്നെ സ്വാഭാവികമാണ്. കുടുംബമാകുമ്പോൾ പലവിധ ആളുകൾ ഉണ്ടാകും, പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഉത്തരയുടെയും കുഞ്ഞിന്റെയും നല്ലത് ആലോചിച്ചിട്ടാകാം അവരിതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. സ്നേഹം കൊണ്ട് പറഞ്ഞതാവും. അതുകൊണ്ടൊന്നും അതിനൊന്നും നെഗറ്റീവായി കാണണ്ട എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അച്ഛനും അമ്മയും ഭർത്താവും നല്ല സപ്പോർട്ടായി തന്നെ കൂടെ ഉണ്ടായിരുന്നെന്നും കൂടി ഉത്തര പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.